അപ്പം നമ്മുടെ ആയുഷിനോട് നമ്മൾ തീയതി ചോദിച്ചാൽ ആ ദിവസം പറയുന്നത് നമുക്കൊന്ന് നോക്കാം. മോനെ ആയുഷ് 2025 ഫെബ്രുവരി 10 ഏത് ദിവസമാണ്? തിങ്കളാഴ്ച. തിങ്കൾ. അടുത്തൊന്നുകൂടെ ചോദിക്കട്ടെ ടീച്ചർ. 2048 ഓഗസ്റ്റ് 15. ശനി. ഒന്നുകൂടെ ചോദിക്കാമോ ടീച്ചറിനെ? 2050 മാർച്ച് 31. 2050 മാർച്ച് 31. വ്യാഴം. അവന്റെ ഈ ഒരു കഴിവ് ടീച്ചർമാർ പറഞ്ഞാണ് അറിഞ്ഞതല്ലേ? നേരത്തെ ഇങ്ങനെ ഒരു കഴിവ് ഞങ്ങളുടെ പറയും, ഓരോ ദിവസവും ഡേറ്റും എല്ലാം പറയും. പക്ഷെ ഞങ്ങളതങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ടീച്ചർമാരാണ് കൂടുതലായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്. കാരണം അവൻ്റെ ഏജ് നമ്മൾ നോക്കണം. 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ, 7 വയസ്സേ ഉള്ളൂ. ആ 7 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് 2019 മുതൽ 2050 വരെയുള്ള കലണ്ടറിൽ ഡേറ്റും തീയതിയും പറഞ്ഞു കൊടുക്കുമ്പോൾ ദിവസം പറയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമസ്കാരം. നാവായിക്കുളം ഗവൺമെൻറ് LPS സ്കൂളിൽ നിന്നും ഒരു സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. ഇവിടെ ഒരു അത്ഭുത കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആയുഷ്. നാവായിക്കുളം തിരുവാതിരയിൽ ബിജു രേവതി ദമ്പതികളുടെ മകനാണ് ആയുഷ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ എല്ലാവിധ അർഹതയുമുള്ള ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചുമിടുക്കൻ. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ആയുഷിനോടും ആയുഷിൻ്റെ മാതാവിനോടും അധ്യാപികയോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങളുടെ നാവായിക്കുളം ഗവൺമെൻറ് LPSൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ കൊച്ചുമിടുക്കനാണ് ആയുഷ്. അപ്പം ആയുഷിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഗണിതത്തിനോട് വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയായിട്ടാണ്. അപ്പോൾ ക്ലാസ് ടീച്ചറാണ് എന്നോട് വന്ന് പറയുന്നത് കലണ്ടറിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ ആയുഷ്. അപ്പോൾ ഞാൻ അടുത്ത് വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവനിലുള്ള പ്രത്യേകതയെന്ന് പറയുന്നത് ഏത് വർഷവും മാസവും പറഞ്ഞാൽ ആ കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ ആ ദിവസം ആയുഷ് കൃത്യമായിട്ട് പറയാം. അതായത് 2019 മുതൽ 2050 വരെയുള്ള ഏത് മാസവും ഏത് തീയതി ചോദിച്ചാലും ആ ദിവസം കൃത്യമായിട്ട് പറയാൻ നമ്മുടെ ആയുഷിന് കഴിയും. അപ്പം ഞാൻ ആദ്യം ചോദിക്കുമ്പോൾ 2030 വരെയായിരുന്നു ആയുഷ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത് എങ്ങനെയാണ് മോനൊരു കണ്ടെത്തിയ രീതി? അപ്പം പറഞ്ഞു എനിക്ക് കലണ്ടർ ഇഷ്ടമാണ്, കലണ്ടറിനെ ഞാൻ എപ്പോഴും എടുത്തു വെച്ച് നോക്കും, അപ്പോൾ എനിക്ക് ഒരുപാട് അത് പഠിക്കാൻ പറ്റുന്നത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് വീണ്ടും കൂടുതൽ പഠിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ടീച്ചറെ എനിക്കിപ്പം 2050 വരെ പറയാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളത് ചോദിക്കുകയും ഞങ്ങൾക്ക് അവൻ്റെ ഉള്ള കഴിവ് മനസ്സിലാക്കുകയും ചെയ്തു. ആയുഷിനോട് വർഷം ചോദിക്കുകയാണ്. വർഷവും മാസവും ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് തന്നെ ആയുഷ് പറയുന്നത് നമുക്ക് നോക്കാം. ആയുഷ് മോനെ ചോദിക്കട്ടെ, 2026 ജനുവരി 15 ഏത് ദിവസമാണ്? വ്യാഴം. അടുത്ത ചോദിക്കട്ടെ, 2035 ഫെബ്രുവരി 9 ഏത് ദിവസമാണ്? വെള്ളി. പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ അവരോട്. ചോദിക്കട്ടെ മോനെ അടുത്തേം കൂടെ. 2050 ഒക്ടോബർ 2. 2050 ഒക്ടോബർ 2 ഞായർ. മിടുക്കൻ. മകന്റെ ഈ ഒരു കഴിവ് ടീച്ചർമാർ പറഞ്ഞാണ് അറിഞ്ഞതല്ലേ? അറിഞ്ഞത്. നേരത്തെ ഇങ്ങനെ ഒരു കഴിവ് ഞങ്ങളുടെ പറയും, ഓരോ ദിവസവും ഡേറ്റും എല്ലാം പറയും. പക്ഷെ ഞങ്ങളതങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ടീച്ചർമാരാണ് കൂടുതലായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. അതിനുശേഷം അച്ഛനാണ് ഒരുപാട് പ്രോത്സാഹനം നൽകുന്ന അച്ഛനാണ്. പിന്നെ അവൻ മാത്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് അവന്. മാത്സ് അതിൽ ഉണ്ടായ താല്പര്യമാണ്. എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. കൂടുതലും ഒരു ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ്. കൂടുതലൊരു രാവിലെയൊക്കെ തന്നെ ഇങ്ങനെ നടന്ന് അവൻ്റെതായ ഒരു ലോകത്ത് അവൻ കുറേ സമയം ഇങ്ങനെ നടന്ന് ആ സമയത്ത് അവന് ഭയങ്കര ചിന്തയാണ്. ഒറ്റയ്ക്ക് നടക്കും. പിന്നെ ആ സമയത്ത് ഞങ്ങൾ വല്ലതും ചോദിച്ചാൽ തന്നെ അവനൊന്നും പറയത്തില്ല. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ആ സമയത്താണ് ഈ വീട്ടിനകത്ത് ഒരു ഹാളിൽ ഫുള്ളും അവനെ രാവിലെ ഒരു എഴുന്നേറ്റ് ചായയും കുടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡെയിലി ഉണ്ട്. അച്ഛനെന്താണ് ജോലി? അച്ഛൻ സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ്, വികാസ് മേലാണ്. അമ്മ ഞാൻ ബിവറേജസിൽ UD ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്തായാലും മോനെ ഈ ഒരു കഴിവ് അമ്മയും അച്ഛനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. മോൻ ആരായി മാറണമെന്നാണ് ആഗ്രഹം? എനിക്ക് പോലീസ്. ഇപ്പോഴേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്.
മോൻ ഈ ഒരു കഴിവ് ഇത് എങ്ങനെയാണ് മോൻ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയാണ് ഈ വർഷം പറയുമ്പോഴത്തേക്ക് ഡേറ്റ് കറക്റ്റായിട്ട് വരുന്നതിൻ്റെ ഒരു ട്രിക്ക് ഒന്ന് നമുക്ക് പറഞ്ഞു തരാമോ? എന്താണ് അതെന്ന് വെച്ചാൽ ലീപ് ഇയർ കഴിഞ്ഞിട്ട് എത്ര വർഷമാണെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എത്ര വർഷമാണെന്ന് നോക്കിയിട്ട് അച്ഛൻ രൂപ ഇങ്ങനെ ഒരു വർഷമൊക്കെ കൂട്ടണം. 6, 11, 11, 11, 11, 6 11, 11, 6 ലീപ് ഇയർ കഴിഞ്ഞ് ഒരു വർഷമാണെങ്കിൽ 6, 11, 11 മുമ്പിലോട്ട്, പിറകിലോട്ട് 11, 11, 6 വർഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് 2 വർഷമാണെങ്കിൽ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടും 11, 6, 11. അത് കഴിഞ്ഞിട്ട് ലീപ് ഇയർ കഴിഞ്ഞിട്ട് 3 വർഷമാണെങ്കിൽ ഫ്രണ്ടിലോട്ട് 11, 11, 6 ബാക്കിലോട്ട് 6, 11, 11. ലീപ് ഇയർ കഴിഞ്ഞിട്ട് ഒരു വർഷം അങ്ങ് തിരിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നമുക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് ആയുഷ്. ആയുഷിൻ്റെതായ ഒരു ട്രിക്കുണ്ട്. ആ ഒരു ട്രിക്കിലാണ് ആയുഷ് ഈ ഒരു അത്ഭുതം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുഷിൻ്റെ ഈ ഒരു കഴിവ് കണ്ടെത്തിയത് നമ്മുടെ നാവായിക്കുളം LP സ്കൂളിലെ സന്ധ്യ ടീച്ചറാണ്. ടീച്ചറിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ടീച്ചറെ, ആയുഷിൻ്റെ ഈ ഒരു കഴിവ് കണ്ടെത്തിയത് ടീച്ചറാണെന്നാണ് രക്ഷാകർത്താക്കളും പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ടീച്ചറിനെ ആദ്യം ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? അത് ആദ്യം ഇവൻ തന്നെ എന്നോട് പറയുകയാണ് ചെയ്തത്. ടീച്ചറെ, എനിക്ക് കലണ്ടറിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനിങ്ങനെ പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയിപ്പിച്ച് നോക്കിയപ്പം കറക്റ്റായിട്ട് പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ അത് ഇവിടെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ അറിയിച്ച് പേരൻസിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അത് വീഡിയോ എടുത്ത് അയച്ചു തന്നപ്പോൾ ഞാൻ ഇവിടുത്തെ PTA മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു. അപ്പോൾ എല്ലാവർക്കും അതൊരു താല്പര്യമായിട്ട് തോന്നി. അവ ഇത്രയും കാരണം അവൻ്റെ ഏജ് നമ്മൾ നോക്കണം. 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ, 7 വയസ്സേ ഉള്ളൂ. ആ 7 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് 2019 മുതൽ 2050 വരെയുള്ള കലണ്ടറിൽ ഡേറ്റും തീയതിയും പറഞ്ഞു കൊടുക്കുമ്പോൾ ദിവസം പറയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാ മേഖലകളിലും വളരെ ടാലന്റ് ആയിട്ടുള്ള കുട്ടി തന്നെയാണ്. മറ്റ് ഭാഷയിലായാലും കഥയൊക്കെ എഴുതാൻ പറയുമ്പം കഥയൊക്കെ സ്വയം പേരന്റ് പറഞ്ഞ കണക്ക് ചിന്തിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള കുട്ടിയാണ്. വേറെ രീതിയിൽ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ചിന്തിച്ച് എഴുതുന്ന ഒരു കുട്ടിയാണ്. നാവായിക്കുളം ഗവൺമെൻറ് LP സ്കൂളിലെ ഈ കുഞ്ഞുമിടുക്കൻ്റെ കഴിവുകൾ കല്ലമ്പലം മീഡിയയെ അറിയിച്ചത് ഈ സ്കൂളിൻ്റെ തന്നെ PTA പ്രസിഡന്റ് കൂടിയായ ശ്രീ നബീനാണ്. ഇപ്പോൾ നാവായിക്കുളം സ്കൂളിൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, PTAക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് മോൻ്റെ ഒരു വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ആദ്യമായിട്ട് ആയുഷിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഴിവുള്ളതായിട്ട് അറിയുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലാണ് കൂടുതലായിട്ട് നമ്മളൊരു PTA മീറ്റിങ്ങിനകത്ത് കൂടുതലായിട്ട് ആയുഷിനെ കുറിച്ച് ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോഴാണ് അവൻ്റെ കഴിവുകൾ ഞങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞത്. അപ്പോൾ തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്, പുറം ലോകം അറിയേണ്ട ഒരു കുഞ്ഞാണ് എന്നുള്ളൊരു കൊണ്ടാണ് ഞാൻ ഉണ്ണിച്ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് കല്ലമ്പലം മീഡിയയിൽ ഇതൊരു ന്യൂസായിട്ട് വരണം. ഇനി എന്ത് തന്നെ ആയാലും ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് മോൻ്റെ പേര് കൂടി വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ അതിനുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ നടത്തുന്നതാണ്. ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഇതുപോലെ തന്നെ ഒട്ടനവധി കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. അവരെല്ലാം ഉയരങ്ങളിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ കല്ലമ്പലം മീഡിയയുടെയും പിന്തുണ ഉണ്ടാകണം അവർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. കലാലയങ്ങളിലെത്തുന്ന കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നത് അവരുടെ രക്ഷാകർത്താക്കളെക്കാളും ആദ്യം അവരുടെ അധ്യാപകരായിരിക്കും. നമ്മുടെ കുഞ്ഞ് ആയുഷിൻ്റെ കഴിവ് കണ്ടെത്തിയതും അത്തരത്തിൽ സ്കൂളിലെ അധ്യാപികയിൽ നിന്നാണ്. അതുവഴിയാണ് മറ്റുള്ളവരറിഞ്ഞതും രക്ഷാകർത്താക്കൾ പോലും മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാവായിക്കുളം ഗവൺമെൻറ് LPS സ്കൂളിന് അഭിമാനമായി മാറുന്ന ആയുഷിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഉൾപ്പെടെ മറ്റ് മേഖലകളിലെത്തി മറ്റു കുട്ടികൾക്കും പ്രചോദനമായി മാറട്ടെ, ആയുഷ് നല്ലൊരു നിലയിലെത്തി മാറട്ടെ എന്നുള്ള അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ക്യാമറമാൻ ജഗനോടൊപ്പം രാഘവനുണ്ണി, കല്ലമ്പലം മീഡിയ.